ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാർ. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗസ്സിങ് ഗെയിം ആണല്ലേ. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. എന്താ കൂട്ടുകാരി പറഞ്ഞിട്ടുള്ളത്? യെസ്, ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിറ്റിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, കുറച്ച് വേർഡ്സ് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യുക. ദെൻ ആക്ട് ദം ഔട്ട്. ദെൻ എന്ത് ചെയ്യുക, ആ വേർഡ്സ് നിങ്ങൾ ആക്ട് ചെയ്യുക. ദെൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം, അത് ഗസ് ചെയ്തിട്ട് കണ്ടെത്തുക അല്ലേ. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ് അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരായിരിക്കും വിന്നേഴ്സ്. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് യു വിൽ ബി ദ വിന്നർ. എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആരായിരിക്കും വിന്നർ? യെസ്, നിങ്ങളായിരിക്കും വിന്നർ. യു വിൽ ബി ദ വിന്നർ. അപ്പോൾ എങ്ങനത്തെ വേർഡ്സാണ് കൂട്ടുകാരെ നിങ്ങൾ എടുക്കേണ്ടത്? യെസ്, റീഡ്, സ്വിങ്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുമല്ലേ. റീഡ് എന്ന് പറയുമ്പോൾ വായിക്കുക അല്ലേ. സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആട്. ദെൻ കിസ്, റാപ്പ്, ബ്രെയിൻ, അൺഫോൾഡ്, സ്കാമ്പർ, ഇതുപോലത്തെ വേർഡ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഓക്കെ, എന്ത് ക്ലാസ്സിൽ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം അല്ലേ. യു ഹാവ് എൻജോയ് റീഡിങ് ദ സ്റ്റോറി ഹാവൻറ്റ് യു. കൂട്ടുകാരൊക്കെ എന്താണ്, സ്റ്റോറി വായിച്ചല്ലേ, കൂട്ടുകാർക്ക് എൻജോയ് ചെയ്തില്ലേ. ഓക്കെ, ദെൻ ഇൻ ദ സ്റ്റോറി ജസ്റ്റ് എ റാക്കൂൺ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഫീലിംഗ്. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ഈ സ്റ്റോറിയിൽ ജസ്റ്റർ റാക്കൂണില്ലേ, അവൻ എന്താണ് ഡിഫറെൻറ്റ് ഫീലിങ്സ്, വ്യത്യസ്ത തരം ഫീലിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ടല്ലേ. സം ഓഫ് ദീസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. അപ്പോൾ കോളം എയിൽ എന്താ കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? അതിൽ കുറച്ച് ഫീലിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മാച്ച് ദം വിത്ത് സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമോജി കോളം ബിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാച്ച് ചെയ്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, വെൻ ഹീ ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സിനെ കിട്ടി നോക്കുമ്പോൾ എന്തായിരിക്കും ചെസ്റ്ററിന് ഉണ്ടായിരിക്കുക? ചെസ്റ്റർ ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ ഹാപ്പിയുടെ ഇമോജി അല്ലേ എവിടേക്ക് വരേണ്ടത്? ഹാപ്പിയുടെ ഇമോജി ഏതായിരിക്കും കൂട്ടുകാരെ? യെസ്, ഹാപ്പിയുടെ ഇമോജി നമ്മൾ കണ്ടെത്തി അല്ലേ. വെൻ ഹി ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഇതല്ലേ വരിക. യെസ്, അത് കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ദെൻ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതേതായിരിക്കും വരിക? ഇവിടെ ഹാപ്പിയാണോ ഉണ്ടാവുക? അല്ല. അപ്പോൾ ഏതായിരിക്കും വരിക കൂട്ടുകാരെ? ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. യെസ്, ദിസ് ഇമോജി ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ വെൻ മദർ കമ്പൽസ് ഹിം ഗോ ടു സ്കൂൾ. അമ്മ എന്താണ് അവനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുകയാണല്ലേ. അപ്പോൾ ഏത് ഇമോജി ആയിരിക്കും? യെസ്. ദെൻ വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ കിസ് കിട്ടുമ്പോൾ യെസ്, അവന് ഇതുപോലെ യെസ്, ഈ ഒരു ഇമോജിയല്ലേ വരേണ്ടത്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 3 ആർട്ട് ഗാലറി ആണല്ലേ. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ദ ട്രേസിംഗ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. Then add a special message on them to show that love and support of your beloved ones. Color or paint make them more attractive. Hold an exhibition in the classroom. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സിബിഷനൊക്കെ നടത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. then ആക്ടിവിറ്റി 4 നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി 3 ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് വേ. എന്താണ്, സ്റ്റോറിയിൽ കുറച്ച് ഇവൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ജംബിൾഡ് വേ എന്ന് പറഞ്ഞ് എങ്ങനെയാണ്, ശരിയായ ക്രമത്തിലല്ലല്ലോ നൽകിയിട്ടുള്ളത്. യെസ്, യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇവിടെ താഴെ നോക്കൂ, നമുക്ക് കുറച്ച് സ്പേസ് നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ഇത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് ഫസ്റ്റ് നടന്ന സംഭവങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് എഴുതണം. ഫസ്റ്റ് നോക്കൂ, മിസ്റ്റർ റാക്കൂൺ സാഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. മിസ്റ്റർ റാക്കൂൺ പറയാണ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. ദെൻ ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ എന്ത് ചെയ്യാണ്,
അവൻ്റെ അമ്മയുടെ കൈ എടുത്തിട്ട് എന്ത് ചെയ്യാണ് പാമ്പിൽ ഉള്ളം കയ്യിൽ ഉമ്മ വയ്ക്കുകയാണല്ലേ. ദെൻ ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ചെസ്റ്റർ അവൻ്റെ അമ്മയോട് പറയുകയാണ് അവന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയുകയാണല്ലേ, പോകുന്നില്ലെന്ന് പറയുകയാണ്. Then Chester danced his way to school as his mother watched. Then Miss Raccoon kissed Chester in the middle of his palm അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് ഇവൻ്റ് ഏതായിരിക്കും കൂട്ടുകാരെ വരിക? ഫസ്റ്റ് Chester told his mother that he did not want to go to school. Then Miss Raccoon, she would share a wonderful secret. Miss Raccoon kissed Chester in the middle of his palm. The next Chester took his mother's and kissed her palm. Then Chester danced away to school as his mother watched. ഇതല്ലേ? ഇതേ ക്രമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാമല്ലേ. ആക്ടിവിറ്റി 5 എന്താണ്? ചെസ്റ്റർ റാക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കൂണിന് ഇങ്ങോട്ടേക്ക് പോകണ്ട, സ്കൂളിലേക്ക് പോകണ്ട അല്ലേ. ഹിസ് മദർ കമ്പൽസ് ഹിം. അപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? അവനെ നിർബന്ധിക്കുകയാണ്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഈ കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, എന്നാൽ ഫേസ്റ്റ് നോക്കൂ. ചെസ്റ്റർ പറയുകയാണല്ലേ, മാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മേ എനിക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ട എന്ന് പറയുകയാണല്ലേ. അപ്പോൾ അമ്മ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? അമ്മ എന്തായിരിക്കും കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടെന്ന് ചോദിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ചെസ്റ്റർ പറയാണ്, ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു, പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ ടോയ്സ്, റീഡ് മൈ ബുക്സ് ആൻഡ് സ്വിങ്സ് ഓൺ മൈ സ്വിങ്. എന്തൊക്കെയാണ് അവൻ പറയുന്നത്? ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. അതുപോലെ തന്നെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം. ദെൻ റീഡ് മൈ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ മൈ സ്വിങ്, അതുപോലെ ബുക്കുകൾ വായിക്കണം. അതുപോലെ എനിക്ക് എൻ്റെ ഊഞ്ഞാലിലാടണം എന്നൊക്കെ പറയുകയാണല്ലേ. അപ്പം മദർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഓൾ ഗുഡ് ബോയ്സ് ഗോ ടു സ്കൂൾ, ഐ വിൽ ഷെയർ വിത്ത് യു എ സീക്രട്ട്. എല്ലാ നല്ല കുട്ടികളും എന്താണ് സ്കൂളിലേക്ക് പോകുന്ന അമ്മ പറയുകയാണല്ലേ. എന്താ പറയാണ്? ഐ വിൽ ഷെയർ വിത്ത് യു എ സീക്രട്ട്, ഞാൻ നിനക്കൊരു സീക്രറ്റ് നിന്നോട് പറയാം, ഷെയർ ചെയ്യാം എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ചെസ്റ്റർ ചോദിക്കും, വാട്ട് സീക്രറ്റ്, എന്ത് സീക്രറ്റ് എന്ന് ചോദിക്കും അല്ലേ. അപ്പം മദർ പറയാണ്, എ സീക്രറ്റ് ദാറ്റ് മൈ മദർ ടോൾഡ് മീ, ഷി വാസ് ടോൾഡ് ദാറ്റ് സീക്രറ്റ് ബൈ ഹെർ മദർ, ഷോ മീ യുവർ ലെഫ്റ്റ് ഹാൻഡ്, മേക്ക് യുവർ ഫിംഗേഴ്സ് ലുക്ക് ലൈക്ക് എ ഫാൻ. ചെസ്റ്റർ, യെസ് ഐ ഹാവ് ഡൺ ഇറ്റ്. നോ വാട്ട്? ചെസ്റ്റർ പറയണ, ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഇനി എന്താ ചോദിക്കും അല്ലേ. അപ്പം മദർ എന്താ ചെയ്യുക? ഗിവിങ് എ വാം കിസ് ഓൺ ഹിസ് പാം, നോ ഫോൾഡ് യുവർ ഹാൻഡ്. എന്നിട്ട് നമ്മൾ പറയാണ്, നീ നിന്റെ കൈ മടക്കാൻ പറയണല്ലേ. ദിസ് കിസ് വിൽ സ്റ്റേ വിത്ത് യു വെറെവർ യു ഗോ. ഈ കിസ് എന്താണ്? നീ എവിടെ പോയാലും അവർ അവിടെ ഉണ്ടാവും എന്ന് പറയുകയാണല്ലേ, നിന്റെ കൈകളിൽ ഉണ്ടാവും. ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക് മമ്മി ലവ്സ് യു. And then takes the kiss, jump to your face and fill you with toasty warm thoughts. Chester പറയാണ്, yes, I feel the kiss rushing up my arm and into my heart. Mom, give me your hand. അമ്മേ നിങ്ങളുടെ കൈ തരുമെന്ന് പറയുകയാണല്ലേ. അപ്പം മദർ, here it is. അപ്പം ചെസ്റ്റർ എന്താ ചെയ്യുക? yes, make her fingers into a fan and kisses the palm. I love you, mummy. I will now gladly to go to school. I love you, mummy. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറയുകയാണല്ലേ. അപ്പോൾ മദർ എന്ത് പറയും? ഗുഡ് ബോയ്, എൻജോയ് യുവർ സ്കൂൾ. ഗുഡ് ബോയ്, എൻജോയ് യുവർ സ്കൂൾ. ഗുഡ് ബോയ് എന്ന് പറയല്ല അമ്മ, എന്ന് പറയാണ് എൻജോയ് യുവർ സ്കൂൾ. നീ നിൻ്റെ സ്കൂളൊക്കെ എൻജോയ് ചെയ്യൂ എന്ന് പറയല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കോൺവെർസേഷൻ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങളുടേതായ വേർഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോൺവെർസേഷൻ എഴുതി തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ആക്ടിവിറ്റി 6 എന്താണ്? ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ചെസ്റ്റർ ലുക്ക് അറൗണ്ട്. ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. എന്താ? ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടിയിട്ട് എന്താ കൂട്ടുകാരെ സ്കൂളിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാണ് അല്ലേ. സ്കൂളിലെ വിസിറ്റ് ചെയ്യാണ്. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ആ ഒരു ഓഫീസിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചെസ്റ്റർ ചുറ്റും നോക്കി. ഹിയർ ഇസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. അവനവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത് അത് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരിവിടെ കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ അല്ലേ, ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. The office of the school is quite spacious. I can see
ദ ഹെഡ് മാസ്റ്റർ ടോക്കിംഗ് വിത്ത് എ ടീച്ചർ. ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ഹെഡ് മാസ്റ്റർ ആ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഓൺ ദ വോൾ ബിഹൈൻഡ് ഹിം ദർ ഈസ് ദ നെയിം ഓഫ് ദ സ്കൂൾ. വാളിന് പുറകിലായിട്ട് എന്തുണ്ട്? സ്കൂളിൻ്റെ നെയിം ഉണ്ട് അല്ലേ. നോക്കൂ, ABC സ്കൂൾ എന്ന് എഴുതി കണ്ടോ? യെസ്. ദെൻ ഐ ക്യാൻ സീ ക്ലോക്ക് ആൻഡ് കാലണ്ടർ ഓൺ ദ വോളിലായിട്ട് ചുമരിലായിട്ട് ഇവിടെ നോക്കൂ, ക്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കാലണ്ടറും കാണാനുണ്ട് അല്ലേ. ദെൻ ദ ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ബിഗ് ചെയർ ആൻഡ് ഹി ഹാസ് എ ലാർജ് ടേബിൾ. ഹെഡ് മാസ്റ്റർ എവിടെയായിരിക്കുന്നത്? ഒരു ബിഗ് ചെയറിലും അതുപോലെ തന്നെ എന്തിൻ്റെ അടുത്താണ്? യെസ്, ഹി ഹാസ് എ ലാർജ് ടേബിൾ അല്ലേ. ഓൺ ദ ടേബിൾ ഐ ക്യാൻ സീ എ കോളിംഗ് ബെൽ. ആ ടേബിളിൽ എന്തുണ്ട്? ഒരു കോളിംഗ് ബെല്ലുണ്ട്. ദെൻ ബുക്ക് ആൻഡ് സ്റ്റാൻഡ് ഫോർ പെൻസ് ആൻഡ് പെൻസിൽ. പിന്നെ എന്തൊക്കെയുണ്ട്? പെന്നും പെൻസിലൊക്കെ ഉണ്ട് അല്ലേ. സ്മോൾ പ്ലേറ്റ് വിത്ത് നെയിം ഓഫ് ദ ഹെഡ് മാസ്റ്റർ ഈസ് സീൻ ഓൺ ദ ടേബിൾ. ദെൻ എന്താണ്? ഓൺ ഹിസ് ലെഫ്റ്റ് സൈഡ് ദർ ഈസ് എ ഡസ്റ്റ്ബിൻ. ലെഫ്റ്റ് സൈഡിൽ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അല്ലേ. ദെൻ എ ലിറ്റിൽ അവേ ഫ്രം ഹിം ഐ ക്യാൻ സീ 2 ടീച്ചേഴ്സ് സിറ്റിംഗ്. ഇതിന് കുറച്ച് മാറിയിട്ട് 2 ടീച്ചേഴ്സ് ഇരിക്കുന്നത് കാണാനുണ്ട് അല്ലേ. വൺ ഓഫ് ദം ഈസ് റീഡിങ് ആൻഡ് അതർ ഈസ് ലുക്കിംഗ് അറ്റ് സംതിങ് പെർഹാപ്സ് അറ്റ് ആസ് വി ജസ്റ്റ് എൻറ്റേർഡ്. അപ്പോൾ എന്താ കാണുന്നത്? വൺ ഓഫ് ദം ഈസ് റീഡിങ്. അതിൽ ഒരാൾ എന്ത് ചെയ്യാണ്? വായിക്കുകയാണ് അല്ലേ. അതർ ഈസ് ലുക്കിംഗ് സംതിങ്. മറ്റേ ആൾ എന്തോ നോക്കി നിൽക്കുകയാണ്. ദർ ഈസ് എ സീലിംഗ് ഫാൻ ഇൻ ദ ഓഫീസ്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു സീലിംഗ് ഫാൻ ഉണ്ടല്ലോ ഓഫീസിൽ. ഓൺ ദ വോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി ഗുഡ്. മുഴുവനായിട്ട് എന്താണ്? കാണാൻ വളരെ ഭംഗിയുള്ളതാണ് അല്ലേ. ഓൾ ദ വോൾ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ വെരി ഗുഡ് എഫിഷ്യൻറ്റ് ഓഫീസ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനെ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ആക്ടിവിറ്റി 7 നോക്കിയാലോ. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്യാണ്? ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്നല്ലേ, ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർസെൽഫ്. ടീച്ചർ എന്ത് ചെയ്യാണ്? ക്ലാസ്സിലേക്ക് വന്നിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഷീ ആസ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? സ്റ്റുഡൻസിനോട് ഓരോരുത്തരായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയാണ് അല്ലേ. ചെസ്റ്റർ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്യാണ്? നീറ്റ് നിന്നിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അവൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. Myself. Good morning, dear friends. I am Chester Raccoon. I am from the forest. എന്താണ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്? എൻ്റെ പേര് ചെസ്റ്റർ റാക്കൂൺ. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ വരുന്നത് ഫോറസ്റ്റിൽ നിന്നാണ്. My father is Mr. Raccoon. My mother is Chelsea Raccoon. I love my parents. I like running, jumping and playing. I would like to get new friends here. എന്തൊക്കെയാണ്? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ ഫോറസ്റ്റ് നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ. എൻ്റെ അച്ഛൻ മിസ്റ്റർ റാക്കൂൺ ആണ്. ദെൻ മൈ മദർ ഈസ് ചെൽസ റാക്കൂൺ. എൻ്റെ അമ്മയുടെ പേര് ചെൽസ റാക്കൂൺ എന്നാണ്. ഐ ലവ് മൈ പാരൻസിനെ, എൻ്റെ പാരൻസിനെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്കിഷ്ടം ഓടാനും ചാടാനും കളിക്കാനും ഒക്കെയാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഞാനിവിടുന്ന് പുതിയ ഫ്രണ്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ, ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ്. Now introduce yourself to the class. How will you introduce yourself? You may write in the space provided. ഇവിടെ കൂട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങൾ എങ്ങനെയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാവാം? നമുക്കൊരു മാതൃക നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഴുതാം ഐ ആം റിയ ബിനോയ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. ദെൻ ഐ ആം ഫ്രം ഇടപ്പള്ളി. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ എഴുതേണ്ടത്. ദെൻ മൈ ഫാദർ ഈസ് മിസ്റ്റർ ബിനോയ്. മൈ മദർ ഈസ് ലിസ് ബിനോയ്. ദെൻ ഐ ലവ് പാരൻസ് വെരി മച്ച്. ഐ ലൈക്ക് റീഡിങ്, സിംഗിങ് ആൻഡ് പ്ലേയിങ് ചെസ്. ദെൻ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക, അതുപോലെ തന്നെ അമ്മയുടെ പേര് എഴുതുക, നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങൾ എവിടെ നിന്നാണ് വരിക, ബാക്കിയുള്ളത് അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലേ. ദെൻ ഐ ലൈക്ക്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത് അത് അവിടെ എഴുതാവുന്നതാണ്. റീഡിങ്, സിംഗിങ് ആൻഡ് പ്ലേയിങ് ചെസ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് അവിടെ എഴുതാം. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഈ സെൻറ്റൻസ് അതേപോലെ എഴുതാം. ഓക്കെ, then activity 8 നോക്കാം നമുക്ക്. When Chester and his mother reached school, they happened to see a notice board. Let's read the notice. നോക്കൂ, ചെസ്റ്ററും അവൻ്റെ അമ്മയും എവിടെ എത്തി? സ്കൂളിൽ എത്തിയപ്പോൾ അവിടെ എന്താണ് കണ്ടത്? അവർ നോട്ടീസ് ബോർഡ് കണ്ടല്ലേ. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. നമുക്ക് ആ നോട്ടീസ് ബോർഡ് ഒന്ന് വായിച്ച് നോക്കാം.
ഡൂസും ഡോൺസും ആണല്ലേ നൽകിയിട്ടുള്ളത്. ഒക്കെ നോക്കൂ, ഡൂസ് നോക്കൂ, അറ്റൻഡ്സ് ദ ക്ലാസ് റെഗുലർലി, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്കൂളിൽ റെഗുലർ ആയിട്ട് വരണം അല്ലേ. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ, നിങ്ങളുടെ ടീച്ചറിന്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കംപ്ലീറ്റ് ദ അസൈൻമെന്റ്സ് ഇൻ ടൈമിൽ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കൃത്യസമയത്ത് സ്കൂളിലെത്തണം. ദെൻ കീപ് ദ സ്കൂൾ ക്ലീൻ, എന്ത് ചെയ്യണം, ക്ലീൻ ആക്കി സ്കൂളൊക്കെ എന്ത് ചെയ്യണം, ക്ലീൻ ആക്കി ഇടണം അല്ലേ. ദെൻ ഡോൺസ് നോക്കൂ, ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത് അല്ലേ. ദെൻ ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, അതായത് നന്നായി, അതായത് ചീത്ത വാക്കുകളൊന്നും പറയരുത് അല്ലേ. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി സ്കൂൾ പ്രോപ്പർട്ടി ഒന്നും നശിപ്പിക്കരുത്. ദെൻ ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ premises. ഇതിനെന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇമേജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഈസ് ഓൺ ലീവ്, നിങ്ങളുടെ ഒരു ടീച്ചർ ലീവ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പോൾ ഡൂസും എഴുതണം, ഡോൺസും എഴുതണം അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഡൂസിൽ ഉണ്ടാവുക, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പം ടീച്ചർ ആബ്സെൻ്റ് ആണ്, അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് നൽകുകയാണ് അല്ലേ. ഡൂസും നൽകും, ചെയ്യേണ്ട കാര്യങ്ങളും നൽകും, ഡോൺസും നൽകുകയല്ലേ. അപ്പോൾ അതിൽ ഡൂസ് എന്തൊക്കെയായിരിക്കും, യെസ്, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് ഡോണ്ടിൽ നമുക്ക് എഴുതാം, ഡോണ്ട് ടോക്ക് ആൻഡ് ഡിസ്റ്റർബ് അതേഴ്സ്, മറ്റുള്ളവരെ എന്ത് ചെയ്യരുത്, സംസാരിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ സംസാരിച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ദെൻ ഡൂസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം, റീഡ് യുവർ ബുക്സ്, ദെൻ complete your assignment, then keep complete silent, then sit upright in the class. The next day they prepare for the test tomorrow, then go out only when the bell rings. അപ്പോൾ എന്തൊക്കെയാണ്, കംപ്ലീറ്റ് യുവർ അസൈൻമെൻറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കീപ് കംപ്ലീറ്റ് സൈലൻസ് ആയിട്ട് ഇരിക്കുക. ദെൻ സിറ്റ് അപ്രൈറ്റ് ഇൻ ദ ക്ലാസ്. ദെൻ പ്രിപ്പയർ ഫോർ ദ ടെസ്റ്റ് ടുമാറോ, നാളത്തെ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഗോ ഔട്ട് ഓൺലി വെൻ ദ ബെൽ റിങ്സ്, ബെല്ലടിക്കുമ്പോൾ മാത്രം പുറത്തേക്ക് പോവുക. ദെൻ ഡോൺസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം, ഡോണ്ട് ടോക്ക് ആൻഡ് ഡിസ്റ്റർബ് ദ അതേഴ്സ്. ദെൻ ഡോണ്ട് ത്രോ ബുക്സ് ഹിയർ ആൻഡ് ദർ, ബുക്ക് അവിടെ ഇവിടെ ഇടരുത്. ഡോണ്ട് ത്രോ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഹിയർ ആൻഡ് ദർ, പേപ്പർ എന്ത് ചെയ്യരുത്, അവിടെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഡോണ്ട് മേക്ക് എനി കൈൻഡ് ഓഫ് നോയ്സ്, ഒരു തരത്തിലുള്ള സൗണ്ടും ഉണ്ടാക്കരുത്. ഡോണ്ട് സ്ലീപ്പ്, ഉറങ്ങരുത്. ഡോണ്ട് റൈറ്റ് ഓൺ ദ ബ്ലാക്ക് ബോർഡിൽ എഴുതരുത്. ഡോണ്ട് കീപ് ദ ഫാൻ ആൻഡ് ലൈറ്റ് ഓൺ അൺനെസറിലി, ആവശ്യമില്ലാണ്ട് ഫാനും ലൈറ്റൊന്നും ഇട്ട് വെക്കരുത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അല്ലെ ഡൂസും ഡോൺസിലും എഴുതേണ്ടത് നിങ്ങൾ. യെസ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക് ആക്ടിവിറ്റി 9 എന്താണ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. ഇവിടെ നോക്കൂ, നമ്മൾ പഠിച്ച സ്റ്റോറിയിലെ കുറച്ച് സെൻറ്റൻസ് ആണ് നൽകിയിട്ടുള്ളത് അല്ലേ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ദെൻ ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, ദെൻ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് kiss rushed from his hand. ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏതൊക്കെയാണ്, വിത്ത്, ഓൺ, ടു, ഫ്രം. ദ പിക്ക് ഔട്ട് ഫ്യൂ സിമിലർ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോറിയിൽ നിന്ന് എടുത്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം, ഏതൊക്കെയാണ് കൂട്ടുകാരെ എഴുതാൻ സാധിക്കുക നമുക്ക്. യെസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ദെൻ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ദെൻ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. മിസ്സസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നഴ്സൽഡ് ഹിസ് ear. Then you can read new books and swing on new swings. Then she learned it from her mother. Then Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. Then she took Chester's hand and carefully wrapped his fingers around the kiss. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ വേർഡ്സ് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 10 അല്ലേ. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. എന്ത് ചെയ്യണം നിങ്ങൾ, ഇവിടെ മിസ്സിംഗ് വേർഡ്സ് എഴുതാമല്ലേ. ഇവിടെ ആദ്യം തമ്മിലുള്ള കോൺവെർസേഷനെ കൂട്ടുകാരി നൽകിയിട്ടുള്ളത്. യെസ്, ചെസ്റ്റർ റാക്കൂണും അവൻ്റെ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മി യുവർ നെയിം.
ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങളുടെ പേര് പറയാൻ പറ്റും. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം സിസ്റ്റർ റാക്കോൾ. ടീച്ചർ ചോദിക്കുകയാണ് വേർ ആർ യു ഫ്രം. സിസ്റ്റർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക കൂട്ടുകാരെ? യെസ്, ഫ്രം ആണല്ലേ വരിക. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ് അല്ലേ. ഇവിടെ എന്താ വരേണ്ടത്? ഫ്രം. ടീച്ചർ വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പൊ എന്താണ്? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അവിടെ എന്താ വരിക? ടു ഡു ഇൻ ദ ഫോറസ്റ്റ് ആണല്ലേ. ഇവിടെ എന്താ വരേണ്ടത്? ഇൻ. ദെൻ ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ദെൻ ടീച്ചർ ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്. അപ്പൊ സിസ്റ്റർ പറയാണ് ഐ ലൈക്ക് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവിടെ എന്തായിരിക്കും വരിക? വിത്തല്ലേ വരേണ്ടത്? യെസ്, വിത്ത് മൈ ഫ്രണ്ട്സ്. That's great sister. When will you go dash your house. അപ്പം എന്തായിരിക്കും അവിടെ വരിക? dash your house. Will you go to your house അല്ലേ. അവിടെ എന്താ വരേണ്ടത്? to. Then we will go to my house after 3 days. അപ്പോൾ ടീച്ചർ പറയണം ഓക്കെ താങ്ക്സ്, we will meet again. നമുക്ക് വീണ്ടും കാണാമെന്ന് പറയാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. Okay, the next activity നോക്കാം. Activity 11. The following is the diary entry of Ainu. There are some errors in read and edit. ഇവിടെ ഡയറി നൽകിയിട്ടുണ്ട്. അതിലെന്താണ്? കുറേ എറേഴ്സ് ഉണ്ട്, തെറ്റുകളുണ്ട്. അപ്പം അത് നിങ്ങളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ള. റീഡ് ആൻഡ് എഡിറ്റ്, ഇത് വായിച്ച് എഡിറ്റ് ചെയ്ത് എഴുതണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. I went with store buy some fruits. Then I saw big orange to the shelf and decided to buy it. Then I met my friend on that store. My friend invited me go to buy the park and I went from her. We sat at the bench and ate the orange together. I threw the orange peel with the garbage. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കാം. ഐ വെന്റ് വിത്ത് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ വിത്തിന് പകരം എന്താണ് വരേണ്ടത്? ഫസ്റ്റ് ഐ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്, ഐ ഇവിടെ സ്മോൾ ലെറ്റർ ആണോ വരേണ്ടതല്ല, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ് വരേണ്ടത്. ദെൻ വിത്തിന് പകരം എന്ത് വേണം? ടു ആണ് അവിടെ എഴുതേണ്ടത്. ടു. ഓക്കെ, ടു ആണ് അവിടെ വരിക. ദെൻ ഐ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ ആണ് അവിടെ വരേണ്ടത്. എന്താണ്? ഓറഞ്ച് in that store. Then I saw a big orange in the shelf അല്ലേ. ഇവിടെ മിന്നാണ് വരേണ്ടത്. yes, shelf desired. Then friend in that store. മൈ ഫ്രണ്ട് എന്നുള്ളടത്ത് എന്താ പ്രശ്നം? യെസ്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യല്ലേ, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് എം വരേണ്ടത് അല്ലേ. അപ്പം എം ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക. ദെൻ ബൈ നൽകിയിട്ടുണ്ട് അല്ലേ. ബൈ ആണോ അവിടെ വരേണ്ടത്? നോ, അവിടെ എന്താ വരേണ്ടത്? ടു ആണല്ലേ. ടു ദ പാർക്കാണ്. ദെൻ ഫ്രം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെയാണ് വരേണ്ടത്. ഐ വെന്റ് വിത്ത് ഹെർ. വിത്ത് ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, ദെൻ വി സാറ്റ് ഓൺ ദ ബെഞ്ച്. സാറ്റ് ദ ബെഞ്ച് അല്ലേ. അവിടെ എന്താ വരിക? വി സാറ്റ് ഓൺ ദ ബെഞ്ച് അല്ലേ. ഓൺ ദ ബെഞ്ച് ടുഗെദർ. ദെൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഐ ആണല്ലോ. ഐ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതുക. ദെൻ വിത്താണ് ലാസ്റ്റ് നൽകിയിട്ടുള്ളത് അല്ലേ. അവിടെ വിത്താണോ വരേണ്ടത്? ഓറഞ്ച് പീൽ എന്ത് വരും? യെസ്, എമംഗ് ദ ഗാർബേജ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻ ടു ദ ഗാർബേജ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻ ദ ഗാർബേജ് എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, എമംഗ് ദ ഗാർബേജ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ടു എഴുതാം, അല്ലെങ്കിൽ ഇൻ എഴുതാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. Then activity 12 ആണല്ലേ. read the sentence from the story and split them into two. One has been done for you. ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. മാതൃക നോക്കൂ. You will make new friends and play with new toys. അപ്പോൾ ഇത് നമുക്ക് രണ്ട് സെന്റൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? You will make new friends, you will play with the new toys. Then next നോക്കൂ. You can read new books and swing on new swings. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം?
സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. എളുപ്പമല്ലേ? ദെൻ ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്പിഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ദെൻ ഷീ കെയർഫുള്ളി റാപ്പിഡ് ഹിസ് ഫിംഗേഴ്സ്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ കെയർഫുള്ളി റാപ്പിഡ് ഹിസ് ഫിംഗേഴ്സ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റൻസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. എന്നിട്ടുള്ള എന്ത് ചെയ്യുക? പാസേജ് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ? സെൻറ്റൻസുകൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. എ ക്യൂരിയസ് raccoon lived in the woods and it liked to explore new places. One day it found a shiny object and decided to take it back to its cozy den. It placed the object on a soft bed of leaves and stared at it with wonder. The raccoon's eyes sparkled and it has discovered a beautiful toy. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നേരത്തെ നമ്മൾ എഴുതിയില്ല അതുപോലെ ഓരോ സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ the woods. Then it liked to explore new places. The next എഴുതാം. One day it found a shiny object. It decided to take it back to its cozy den. Then see, നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത സെൻറ്റൻസ് എങ്ങനെ എഴുതാം? Yes, it placed the object on a soft bed of leaves. It started at it with wonder. The last sentence, the raccoon eyes sparkled. It had discovered a beautiful ടോയ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ സെൻറ്റൻസ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 13 നോക്കാം. ഷാൽ വി പ്ലേ വിത്ത് വേർഡ്സ്? കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? ഷാൽ വി പ്ലേ വിത്ത് വേർഡ്സ് ഉപയോഗിച്ച് കളിച്ചിട്ടുണ്ടോ? കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. താഴത്തെ ക്ലോസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് നോക്കൂ. മൂവ് ഓർ കോസ്റ്റ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. 5 ലെറ്റേഴ്സ് ആണ് അല്ലേ? മൂവ്, കോസ്റ്റ്, മൂവ്, ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നിരിക്കും പിന്നിരിക്കും ഇങ്ങനെ ആടല്ലേ? അതെന്താണ്? സ്വിങ് ആണല്ലേ? എന്താണ്? സ്വിങ്. മൂവ് ചെയ്യുക പറഞ്ഞാൽ ചലിക്കുകയല്ലേ? അതായത് പിന്നിരിക്കും മുന്നിരിക്കും. അതായിരിക്കും യെസ്, സ്വിങ്. 5 ലെറ്റേഴ്സിലെ SWING. ദെൻ ടു ടേൺ ഓർ മൂവ് ക്വിക്കലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ഏതാണ് അത് വരിക? യെസ്, സ്കാമ്പർ ആണല്ലേ? ദെൻ നോക്കൂ. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. ഏതായിരിക്കും വേർഡ്? യെസ്, കോസി. ദെൻ ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. അതിനെന്താ പറയുക? റാപ്പ് എന്നാണല്ലോ പറയുക. അതിന് ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? യെസ്, ടു കവർ ആൻഡ് എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. റാപ്പ് നമ്മൾ മടക്കി വെക്കുക എന്ന് പറയും. റാപ്പ്. യെസ്. റബ് സംതിങ് ജെല്ലി വിത്ത് നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. ഏതായിരിക്കും വേർഡ് കൂട്ടുകാരെ? യെസ്, നസിൽ ആണല്ലേ? നസ്. ദെൻ ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ. ഏതാണ്? സ്കെയറി അല്ലേ? ദെൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. എന്താണ് അത് സാധനം? യെസ്, അതിന് നമ്മൾ എന്താ പറയുക? കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സാധനത്തിന് നമ്മൾ എന്താ പറയുക? യെസ്, ടോയ് എന്ന് പറയുക അല്ലേ? എന്താ പറയുക? ടോയ്. ഓക്കെ, ആൻസർ എന്താണ്? ടോയ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് കൂട്ടുകാർ ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.